بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. سبحانك لا علم لي إلا ما علمتني ولا معرفة إلا ما ألهمتني إنك أنت العليم الحكيم إنك أنت العليم الحكيم إنك أنت العليم الحكيم. ക്ലാസ് നടത്തിയിട്ട് ഒരാഴ്ചയായി. കഴിഞ്ഞ 18-ാം തീയതിയാണ് നടത്തിയത്. ഇന്നിപ്പോൾ 25-ആയി. ഖൈർ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽ ബാബുൽ ഖാമിസു, 5-ാമത്തെ ബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹാന്മാരായ ഖുലഫായിന്റെയും വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. 5-ാമത്തെ ബാബ് ഫി കലാമിൽ മുഹ്തളരീന മിനൽ ഖുലഫാഇ വൽ ഉമറാഇ വസ്സാലിഹീൻ. ഖലീഫമാര്, ഭരണകർത്താക്കൾ, മറ്റു ഭരണകർത്താക്കള്, സ്വാലിഹുകള്, അവരുടെ അങ്ങനെയുള്ളവരുടെ മരണാസന്നമായവരുടെ കലാം. ഖുലഫാക്കൾപ്പെട്ട പലരും മരണാസന്നമായപ്പോൾ പറഞ്ഞത്, അമീറന്മാരിൽ പലരും മരണാസന്നമായപ്പോൾ പറഞ്ഞത്, സ്വാലിഹീങ്ങളായ മഹാന്മാർ മരണാവസരത്തിൽ പറഞ്ഞത്. അഥവാ ഏതൊരു മാനസികാവസ്ഥയിലായിരുന്നു അവർ മരണാവസ്ഥയിൽ? അവര് ഭയത്തിലായിരുന്നു, റജായിലായിരുന്നു, സങ്കടത്തിലായിരുന്നു, എന്ത് സംഭവിക്കുന്നുള്ള വല്ലാത്ത ഉത്കണ്ഠയിലായിരുന്നു. അതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ലമ്മ ഹളറത്ത് മുആവിയത ബിൻ അബി സുഫിയാനിൻ അൽ വഫാത്തു. ഇമാം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വഫാത്ത് സമയമായപ്പോൾ, അദ്ദേഹത്തിന്റെ മരണം ആസന്നമായപ്പോൾ, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്നു കുറെ കാലം. മക്ക വിജയത്തിന്റെ ദിവസമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. ഇമാം മുആവിയ എപ്പോഴാണ് ഇസ്ലാമിലേക്ക് വന്നെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പിതാവിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് വന്നു എന്നൊരു അഭിപ്രായം, അതല്ല പിതാവിനോടൊപ്പം മക്ക വിജയത്തിന്റെ അവസരത്തിലാണ് ഇസ്ലാമിലേക്ക് വന്നതെന്നും ഒരഭിപ്രായം. എന്നാല് ഞാൻ നോക്കിയ ചരിത്രങ്ങളിലൊന്നും തന്നെ ഇമാം മുആവിയ അദ്ദേഹത്തിന്റെ ജാഹിലി കാലഘട്ടത്തിൽ ഇസ്ലാമിനെയോ ഇസ്ലാമിന്റെ പ്രവാചകരെയോ സഹാബത്തിനെയോ ഉപദ്രവിച്ചതായിട്ടോ ആക്ഷേപിച്ചതായിട്ടോ കണ്ടിട്ടില്ല. ഖാലിദ് ഇബ്നുൽ വലീദ്, ഇക്രിമ ഇബ്നു അബീ ജഹൽ പോലുള്ളവർ റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും ദീനിന്റെ ഏറ്റവും വലിയ പടയാളികളായിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. പക്ഷേ അവരുടെ ജീവിതകാലത്ത് അവരുടെ ഭാഗത്തു നിന്നും ഇസ്ലാമിന് വിരുദ്ധമായ ജാഹിലി കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെ വധിക്കുന്നതിനുമെല്ലാം കാരണമായിട്ടുണ്ട്. ഇമാം മുആവിയയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അദ്ദേഹം ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ടോ ദീനിന്റെ പേരിൽ തന്റെ പിതാവിനോട് ചേർന്ന് ദീനിനോട് കടുപ്പം, ശത്രുത പുലർത്തിയതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ മുന്നണി പോരാളികളിൽപ്പെട്ടയാളായി. അദ്ദേഹം ഗവർണറായി. പിന്നീട് അദ്ദേഹം ഖലീഫമാരുടെ പദവിയിലേക്ക് എത്തി. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഖലീഫയായി. 20 വർഷം ഗവർണറായും 20 വർഷം ഖലീഫയായും കഴിഞ്ഞുകൂടി. അദ്ദേഹം 40 വർഷം അധികാരത്തിൽ കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന്റെ ജീവിതം പരിശുദ്ധമായിരുന്നു. അദ്ദേഹം പ്രജകളോട് അഥവാ പൗരന്മാരോട് മാന്യമായി പെരുമാറുന്നയാളായിരുന്നു. അലി, മുആവിയ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അതാണ് കാരണം. ഇമാം അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികളെ കൈകാര്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന നിലയിലുള്ള ഒരു
കുപ്രചരണം ഉണ്ടാവുകയും ഏകദേശം അത് വസ്തുതയാവുകയും ചെയ്തു. നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ് ആ കാര്യം എന്തുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ചെയ്യാതിരുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹുമായിട്ട് യുദ്ധം ഉണ്ടായി. ഏതുമായിക്കോട്ടെ, അങ്ങനെ കുറെ ജീവിതത്തിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, അഖ്ഇദൂനി, എന്നെ ഒന്ന് പിടിച്ചിരുത്തി. അങ്ങനെ ഫൗഖിദ, അദ്ദേഹത്തിനെ പിടിച്ചിരുത്തപ്പെട്ടു. വജഅല യുസബ്ബിഹുല്ലാഹ തആല, അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. വയദ്കുറുഹു, അള്ളാഹുവിന് ദിക്ർ ചൊല്ലാൻ തുടങ്ങി. സുമ്മ ബക്ക, പിന്നീട് അദ്ദേഹം കരഞ്ഞു. വഖാല, അദ്ദേഹം പറഞ്ഞു, തദ്കുറു റബ്ബക, നിന്റെ റബ്ബിനെ നീ ഓർക്കുകയാണോ യാ മുആവിയ, മുആവിയെ, ബഅദൽ ഹറമി വൽ ഇൻഹിതാത്തി, വാർദ്ധക്യമായതിനു ശേഷം, വൽ ഇൻഹിതാത്തി, കാര്യങ്ങളൊക്കെ താഴേക്ക് വന്നതിന് ശേഷം, അധികാരം എല്ലാം ഉണ്ടെങ്കിലും ആരോഗ്യവും എല്ലാ രംഗങ്ങളും ക്ഷീണിതനായി താഴേക്ക് വന്നു. അതിനുശേഷമാണോ നീ റബ്ബിനെ ഓർക്കുന്നത്? അലാക്കാന ഹാദ, ഇത് ഉണ്ടാകാമായിരുന്നില്ലേ അള്ളാഹുവിനെ ഓർക്കല്? ഏതവസ്ഥയിൽ? വഹുസ്നു ശബാബി, യുവത്വത്തിന്റെ ശിഖരങ്ങൾ, നെളുറുൻ റയ്യാനുൻ, അത് പച്ച പിടിച്ചതാണ്. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. യുവത്വത്തിന്റെ ശിഖരം പച്ച പിടിച്ചു നിന്നിരുന്ന ആരോഗ്യത്തിന്റെ എന്തിനും പോന്ന ആ കാലഘട്ടത്തിൽ നീ അള്ളാഹുവിനെ ഓർക്കാതെ ഇപ്പൊ നീ നിന്റെ റബ്ബിനെ ഓർക്കുകയാണോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ഇമാം മുആവിയ തന്റെ നഫ്സിനെ. അപ്പൊ ബക്ക, അദ്ദേഹം കരഞ്ഞു. ഹത്ത അലാബുക്ക, അദ്ദേഹത്തിന്റെ കരച്ചിൽ വല്ലാതെ ഉയർന്നു. വഖാല, അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇർഹമി ശൈഖൽ ആസിയ, ഈ പാപിയായ വയസ്സിന് നീ കരുണ ചെയ്യണേ. ദൽ ഖൽബിൽ ഖാസി, ഖാസിയായ കൽബുള്ളവർ, അഥവാ പിന്നെ കടുപ്പമുള്ള മനസ്സിന്റെ ഉടമ, മയമായിട്ടില്ല, കടുപ്പമുള്ള മനസ്സിന്റെ ഉടമയായ പാപിയായി ശേഖിനോട് നീ കരുണ ചെയ്യണേ. അല്ലാഹുമ്മ അഖില്ലിൽ അസറത്ത, പഠിച്ചവനെ നീ വീഴ്ചയെ പരിഹരിച്ചു തരണേ, വീഴ്ചയെ നീ പരിഹരിക്കണേ. വഗ്ഫിർ സല്ലത്ത, നീ പാപത്തിനെ പുറത്ത് മാപ്പാക്കി തരണേ, നീ പാപത്തിനെ പുറത്തു മാപ്പാക്കി തരണേ. ബിഹിൽബിക, നിന്റെ അനുകമ്പയെ, നിന്റെ സഹനത്തിനെ നീ മടക്കി കൊണ്ടുവരണേ. അലാമൻ, ഒരാളുടെ മേൽ, ലാ യർജു ഗൈറക, അയാള് നിന്നെ അല്ലാതെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഈ പാവപ്പെട്ടവന്റെ മേൽ നിന്റെ ഹിൽമിനെ നീ മടക്കി കൊണ്ടുപോവാ പഠിച്ചവനെ. വലം യസിഖ്, അയാള് ഉറപ്പിക്കുന്നില്ല, ബിഅഹദിൻ, ആരെയും, സിവാക്ക, നീ അല്ലാത്ത ആരെയും ഉറപ്പിക്കുന്നില്ല. അയാളുടെ സിക്കത്ത് മുഴുവനും നീയാണ്, അയാളുടെ റജാ മുഴുവൻ നീയാണ്. അങ്ങനത്തെ ആൾക്ക് നീ കരുണ ചെയ്യണേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഷെയ്ഖിൻ മിൻ ഖുറൈശിൻ, ഖുറൈശിയിൽപ്പെട്ട ഒരു ഷെയ്ഖിനെ സംബന്ധിച്ച്, അന്നഹു ദഖല ജമാഅത്തിന്, ഒരു സംഘം പ്രവേശിച്ചു അലി അദ്ദേഹത്തിന്റെ അടുക്കൽ, ഫി മറലി, അദ്ദേഹത്തിന്റെ മരണരോഗത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു സംഘം വന്നു. അങ്ങനെ ഫറഔ, അവർ കണ്ടു, ഫി ജിൽദി, അദ്ദേഹത്തിന്റെ തൊലിയില് ഉളൂനൻ, ചുക്കിച്ചുളിവിനെ, ചുളിഞ്ഞിരിക്കുന്നതിനെ കണ്ടു. തൊലിയെല്ലാം കൂടെ ചുളിഞ്ഞിരിക്കുന്നു. പ്രായമായി, മരണാവസരമാണ്, ശരീരത്തിന്റെ തൊലിയെല്ലാം ചുളുങ്ങിപ്പോയി. അപ്പൊ ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി, അദ്ദേഹം അവർ വന്നപ്പോ അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ പുകഴ്ത്തി. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സുമ്മക്കാല, അദ്ദേഹം പറഞ്ഞു, അമ്മാ ബഅദ് ഫഹലി ദുന്യ, ദുന്യാവാണോ, അജ്മഉ, ഏറ്റവും ഒരുമിച്ച് കൂട്ടുന്നതാണോ, ഇല്ലാമ, ഒന്നിനെ അല്ലാതെ, ജറബിന വറഅയ്ന, നാം അതിനെ പരീക്ഷിച്ചറിഞ്ഞു, നാം അതിനെ കണ്ടു. നാം കാണുന്ന കാര്യങ്ങളെ അല്ലേ അത് ഒരുമിച്ച് കൂട്ടുന്നത്, വേറെന്താണ്? അമ്മ അറിയുക, വല്ലാഹി, അള്ളാഹനെ തന്നെ സത്യം, ലഖദ് ഇസ്തഖ്ബലന സഹറതുഹ, ആ ദുന്യാവിന്റെ സഹറത്ത്, അതിന്റെ ഭംഗി നമുക്ക് മുന്നിട്ടു, അതിന്റെ പച്ചപ്പ്, അതിന്റെ പിന്നെ കൺകുളിർമ ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്കാണ് സഹറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന അവസ്ഥ, അതിന്റെ പച്ചപ്പെന്നും പറയാം. ദുന്യാവിന്റെ പച്ചപ്പ് നമ്മിലേക്ക് മുന്നിട്ടു. ബിജിദ്ദത്തിന, നമ്മളുടെ പരിശ്രമം കാരണം നാം പരിശ്രമിച്ച് കുറെ ഉണ്ടാക്കി. ഒബിസ്തിൽദാദിന, നാം രസം അനുഭവിക്കുന്ന കാരണത്താലും, ബിആയിശിന, നമ്മുടെ ജീവിതം കൊണ്ട് നാം രസം അനുഭവിച്ച് തീർത്തു. അപ്പൊ ഫമാ ലബിസത്തിന അദ്ദുന്യ, ദുന്യാവ് നമുക്ക് നമ്മിൽ നിലകൊണ്ടില്ല. അന്നഖലത്ത് ദാലിക,
ആ ദുന്യാവ് നമ്മിൽ നിലകൊണ്ടില്ല, നിലനിന്നില്ല. അന്നക്കലത്ത് താലിക്ക മിന്ന, നമ്മിൽ നിന്നും ആ രസത്തിനെല്ലാം മുറിച്ചു കളഞ്ഞ കാരണത്താൽ, ആ ദുന്യാവ് നമ്മിൽ നിന്ന് രസങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. അക്കാരണത്താൽ തന്നെ ദുന്യാവ് നമുക്ക് നിലനിന്നില്ല, മുറിച്ചു കളഞ്ഞു. ഹാലം ബാദ ഹാൽ, ഒരവസ്ഥയിൽ നിന്നും ശേഷം വേറൊരവസ്ഥ, ഓരോ സന്ദർഭത്തിലുമായിട്ട് ആ ദുന്യാവ് ആ രസങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. ഉർവത്തം ബാദ ഉർവ, ഒരു പിടിക്ക് ശേഷം വേറൊരു പിടി, ഒരു പിടി അത് വിട്ടുപോകുമ്പോൾ വേറൊരു പിടി, അങ്ങനെ ദുന്യാവ് നമ്മിൽ നിന്നും കുതറി മാറിക്കൊണ്ടിരുന്നു, തെന്നി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഫാസ്ബഹത്തിൽ ദുന്യാവ് ആയിത്തീർന്നു. കത് വത്തറത്തിന, ദുന്യാവായിത്തീർന്നു. കത് വത്തറത്തിന, അത് നമ്മെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, നമ്മെ അത് ഒറ്റപ്പെടുത്തി. അഖലഫത്തിന, നമ്മെ അത് പിന്തിച്ചു. വസ്തലാമത്ത് ഇലീന, വസ്തലാമത്ത് ഇലീന, നമ്മളോടത് മോശമായി പെരുമാറി, നമ്മളോടത് മര്യാദകേട് കാണിച്ചു ദുന്യാവ്. ഉഫിൻ ലിദ്ദുന്യാ മിൻ ദാരിൻ, ദുന്യാവിനെല്ലാ നാശവും മിൻ ദാരിൻ, അത് ദാറിനാൽ, അഥവാ ദുന്യാവ് ഏറ്റവും മോശമായ ദാറാണ്. സുമ്മ ഉഫിൻ ലഹാ മിൻ ദാരിൻ, വീണ്ടും ദുന്യാവിന് മുഴുവൻ നാശവും ദാറിനാൽ, ഏറ്റവും മോശമായ ദാറാണ് ദുന്യാവ് എന്ന് അദ്ദേഹം പറഞ്ഞു. വയുർവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന ആഖിറ ഖുതുബത്തിൻ, അവസാനത്തെ ഖുതുബ, ഖതബഹ മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്ത അവസാനത്തെ ഖുതുബ, അൻ ഖാല, അദ്ദേഹം പറഞ്ഞതാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നീച്ചുമായി ഞാൻ, മിൻ സറഉൻ ഖദ് ഇസ്തുഹ്സിദ, കൊയ്തെടുക്കപ്പെട്ട സറഉൽപ്പെട്ടതാണ് ഞാൻ, എല്ലാം കഴിഞ്ഞു എന്നർത്ഥം, കൊയ്തെടുക്കപ്പെട്ട കൃഷിയിൽപ്പെട്ടതാണ്. ഇന്നീച്ചുമായി ഞാൻ, വല്ലൈതുക്കും, ഞാൻ നിങ്ങൾക്ക് അധികാരം ചെയ്തു, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരിയായി ഞാൻ, വലൻ യലിയക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികാരിയായി ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നു. വലൻ യലിയക്കും, നിങ്ങൾക്ക് അധികാരിയായിട്ടില്ല. അഹദുൻ, ആരും തന്നെ, മിംബാദി, എനിക്ക് ശേഷം നിങ്ങൾക്ക് അധികാരിയാവുകയില്ല. ഇല്ലാ വഹുവ ശർറും മിന്നി, അവൻ എന്നേക്കാൾ ഷർറായിട്ടല്ലാതെ. ഓരോ കാലഘട്ടം കഴിയും തോറും ഭരണകർത്താക്കൾ മോശമായി വരും, എന്നേക്കാൾ മോശമായിരിക്കും എനിക്ക് ശേഷം വരുന്നവൻ. വല യലിയക്കും, എന്നെ നിങ്ങൾക്ക് അധികാരിയാവുകയില്ല. അഹദുൻ, ഒരാളും, മിംബാദി, എനിക്ക് ശേഷം, ഇല്ലാ വഹുവ, അവനായിട്ടല്ലാതെ, ഷർറുമിന്നി, എന്നേക്കാൾ ഷർറായവനായിട്ടല്ലാതെ. കമാകാന മൻ ഖബലി, എനിക്ക് മുമ്പുള്ള ആൾക്കാർ ആയിരുന്നത് പോലെ, ഖൈറം മിന്നി, എന്നേക്കാൾ ഖൈറായിരുന്നത് പോലെ. എനിക്ക് മുമ്പുള്ള ഖുലഫ എന്നേക്കാൾ ഖൈറായിരുന്നു. അലി റളിയല്ലാഹുവിനെ പറ്റിയും അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം അലി റളിയല്ലാഹുവിനോട് യുദ്ധം ചെയ്തെന്നൊക്കെ ഉള്ളത് ശരിയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അലി റളിയല്ലാഹുവിനോടുള്ള നിലപാട് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനെ ഇമാം മുആവിയ വിലമതിച്ചിരുന്നു. ഭരണകർത്താക്കൾ അദ്ദേഹത്തിന് പിന്നെ കൈസറിന്റെ ഭാഗത്തു നിന്നും, റോമ ചക്രവർത്തിയുടെ ഭാഗത്തു നിന്ന് ഒരു കത്ത് വന്നു മുആവിയക്ക്, അലി റളിയല്ലാഹുവുമായി യുദ്ധം നടക്കുന്ന അവസരത്തിൽ, ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല, നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങളും അലിയും തമ്മിലുള്ള പ്രശ്നമൊക്കെ നമുക്കറിയാം, ഞാനും നിങ്ങളെ സഹായിക്കാം, നമുക്ക് ഒന്നിച്ചുകൂടെ അലിയെ നമുക്ക് തുരത്താമെന്ന്. ഇന്നാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ഇറാഖിനെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കക്കാരനെ അറബികൾ കൂട്ടുപിടിച്ചതുപോലെ. പോട്ടെ, ഇമാം മുആവിയ തിരിച്ചു മറുപടി അയച്ചു. എന്താണ് മറുപടി അയച്ചെന്ന് അറിയാവോ? അള്ളാഹുവിന്റെ അടിമ മുആവിയ, അള്ളാഹുവിന്റെ ശത്രുവായ റോമൻ കൈസറിന് എഴുതുന്ന കത്ത്, അഥവാ താങ്കളെങ്ങാനും അലിക്കെതിരെ യുദ്ധത്തിന് വന്നാൽ അലിക്ക് വേണ്ടി പോരാടുന്ന പോരാളികളിൽ ഒന്നാം മുന്നണി പോരാളിയായി എന്നെ തനിക്ക് കാണാൻ കഴിയും എന്നാണ് തിരിച്ച് കത്തെഴുതിയത്. അതാണ് ഇമാം മുആവിയ. ഖൈർ. വേറെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ അവസാനം, അന്ന ആഖിറ ഖുത്ബത്തിൻ ഖതബഹ മുആവിയത്തു, അവസാനത്തെ ഖുത്ബ, അൻ ഖാല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി മിൻ സറഉൻ ഖദ് ഇസ്തുഹ്സിദ, കൊയ്തെടുക്കപ്പെട്ട സറഉൽപ്പെട്ടതാണ് ഞാൻ. വൈന്നി വല്ലൈതുക്കും
വലൻ യലിയക്കും അഹദും മിൻ ബഅദി ഇല്ലാ വഹുവ ശർറും മിന്നി കമാ കാന മൻ ഖബലി ഖൈറൻ മിന്നി. അതൊക്കെ പറഞ്ഞു പോയതാ. എന്നിട്ട് അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, യാ യസീദ്, യസീദേ, ഇദാ വുഫിയ അജലി, അഥവാ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ, എന്റെ അജല് പൂർത്തിയാക്കപ്പെട്ടാൽ, ഫവല്ലി ഗസ്ലി, എന്നെ കുളിപ്പിക്കാനുള്ള ചുമതലയെ നീ ഏൽപ്പിക്കണം, റജുലൻ ലബീബൻ, ബുദ്ധിമാനായ ഒരാളെ ഏൽപ്പിക്കണം. കാരണം ഫൈനൽ ലബീബ, ബുദ്ധിമാൻ, മിനല്ലാഹി, അള്ളാഹുൽ നിന്നും, ബിമക്കാൻ, ഒരു സ്ഥാനത്തുള്ളയാളാണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുള്ളൂ. ഫൽ യുൻഇമിൽ ഗസ്ല, കുളിപ്പിക്കലിനെ നന്നാക്ക്, നീ നല്ല രൂപത്തിൽ കുളിപ്പിക്കണം. വൽ യജ്ഹർ ബി, കുളിപ്പിക്കലിനെ അയാൾ നന്നാക്കട്ടെ. വൽ യജ്ഹരി ബി തക്ബീരി, തക്ബീറിനെ അയാൾ ഉറക്കെ പറയട്ടെ. കുളിപ്പിക്കുക, തക്ബീർ ഉറക്കെ പറയുക. സുമ്മ, പിന്നീട് യഅ്മദ്, നീ കരുത്, ഇലാ മിൻദീലിൻ, ഒരു തൂവാലയിലേക്ക്. ആ തൂവാല നീ എടുക്കുന്നിടത്തം, ഖസാനത്തി, പിന്നെ ഇസ്ലാമിന്റെ ഖജനാവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു തൂവാല. ഫിഹി, അതിലുണ്ട്, സൗബുൻ മിൻ സിയാബിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങൾപ്പെട്ട ഒരു വസ്ത്രമുണ്ട്. ഇമാം മുആവിയ ഒരാളുടെ നിന്ന് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയതാണ് ആ വസ്ത്രം. വഖുറാലത്തും മിൻ ശഅരിഹി വഅദ്ഫാരിഹി, വഖുറാലത്തുൻ, ചെറിയ ചെറിയ കഷ്ണങ്ങളുമുണ്ട്, മിൻ ശഅരിഹി വഅദ്ഫാരിഹി, അവിടുന്നിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി, അവിടുന്നിന്റെ രോമം, അവിടുന്നിന്റെ നഖങ്ങളുടെ എല്ലാം ചെറിയ കഷ്ണങ്ങളും അതിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫസ്തൗദിഉൽ ഖുറാലത്ത്, ആ കഷ്ണങ്ങളെ നീ ഇട്ടുവെക്ക്, നീ നിക്ഷേപിക്ക്, അൻഫി, എന്റെ മൂക്കിൽ നീട്, ഫമി, എന്റെ വായിലും, ബൗദിനി, എന്റെ ചെവിയിലും, വായിനി, എന്റെ കണ്ണിലുമെല്ലാം ആ കഷ്ണങ്ങൾ നീട്. വജാലി സൗബ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിനെ നീ ആക്ക്, അലാ ജിൽദി, എന്റെ തൊലിയില്, ദൂന അക്ഫാനി, കഫനുകളെ കൂടാതെ. അഥവാ കഫനല്ല ആദ്യം ചെയ്യേണ്ടത്, ആദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസ്ത്രം എന്റെ ശരീരത്തിനോട് ചേർത്തിടണം, അതിന്റെ മുകളിൽ കഫൻ ചെയ്താൽ മതി. ശരീരത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ ഉണ്ടാകാതിരിക്കാൻ ആ തിരുവസ്ത്രങ്ങളും തിരുവസ്തുക്കളും അദ്ദേഹം തന്റെ ശരീരത്തിനോട് ചേർക്കുകയാണ്. യാ യസീദു, യസീദേ, യഹ്ഫദു വസിയ്യത്തില്ലാഹി, അള്ളാഹുവിന്റെ വസിയ്യത്തിനെ നീ സൂക്ഷിക്ക്, ഫിൽ വാലിദൈനി, മാതാപിതാക്കളുടെ വിഷയത്തിൽ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന എന്ന് പറഞ്ഞില്ലേ, ആ ഇഹ്സാൻ മാതാപിതാക്കളോട് ചെയ്യണം. ഫൈദാ അദ്റജ്തുമൂനി, നിങ്ങൾ എന്നെ പ്രവേശിപ്പിച്ചാൽ, ഫി ജദീദി, എന്റെ പുതിയ വസ്ത്രത്തിൽ, വളഅതുമൂനി, എന്നെ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ, ഫി ഹുഫ്രതി, എന്റെ കുഴിയിൽ, ഫഖല്ലു മുആവിയ, അപ്പൊ മുആവിയ നിങ്ങൾ വിട്ടേക്കിൻ, വഅർഹമർ റാഹിമീൻ, അർഹമുർ റാഹിമനായ അല്ലാഹുവിനെ വിട്ടേക്കിൻ. അഥവാ മുആവിയയുടെ കാര്യം അർഹമുർ റാഹിമീൻ നോക്കിക്കോളും, നിങ്ങൾ പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വേറൊരു റിവായത്തിൽ ഫഖല്ലു ബൈനി വബൈന അർഹമിർ റാഹിമീൻ, ഖുല്ലു ബൈനി വബൈന അർഹമുർ റാഹിമീൻ, എന്റെയും അർഹമുർ റാഹിമായ അള്ളാഹുവിന്റെയും ഇടയിൽ നിങ്ങൾ പിന്നെ ഒഴിവാക്കി. അള്ളാഹു തആല എന്തും ചെയ്തോളൂ. അദ്ദേഹത്തിന്റെ അവസാന അവസരത്തിൽ അള്ളാഹുവിനോടുള്ള റജ ആയിരുന്നു മഹാനായ മുആവിയക്ക്. വഖാല മുഹമ്മദ് ബിൻ ഉഖ്ബത്ത, മുഹമ്മദ് ബിൻ ഉഖ്ബ എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, ലമ്മാ നസല ബി മുആവിയത്തൽ മൗതു, ഇമാം മുആവിയക്ക് മരണം വന്നപ്പോ, അദ്ദേഹം പറഞ്ഞു, യാ ലൈതനി കുന്തു റജുലൻ മിൻ ഖുറൈശിൻ, ഞാൻ ഖുറൈശിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിദീതുവ ദേശത്തുള്ള ഒന്നും അറിയാത്ത, അതൊരു ആറാബികളുടെ സ്ഥലമാണ്, അവിടെയുള്ള ഒരു അധികാരവുമായും ബന്ധപ്പെടാത്ത ഞാൻ വെറും ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വൈനീലം ആലു മിൻ ഹാദൽ അംരി ശൈഅ, ഈ അധികാരത്തിൽ നിന്നും ഒന്നിനെയും ഞാൻ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം ഖേദിച്ചു. പഠിച്ചവന്റെ ഭാഗത്ത് ശിക്ഷ വരുമോന്ന് ഭയപ്പെട്ടിട്ട് അദ്ദേഹം അതിന്റെ പേരിൽ ഖേദിച്ചു. അദ്ദേഹം വളരെ മാന്യനായി പെരുമാറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ആരെങ്കിലും വന്ന് ചൂടായാലും തിരിച്ചു ചൂടാകുന്ന പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കുറെ അൻസാരി സഹാബാക്കൾ അദ്ദേഹത്തിനോട് വന്ന് ചൂടായി ഒരു പ്രാവശ്യം. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാകുമെന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇമാം മുആവിയ, അങ്ങനെ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ചൂടായപ്പോ അദ്ദേഹം ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ അരുളിയത് ക്ഷമിക്കാനാ, എങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളി എന്ന് പറഞ്ഞ് പിന്മാറി ഇമാം മുആവിയ. ഇമാം മുആവിയയുടെ ചരിത്രത്തിൽ വരുന്നുണ്ട്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന അവസരത്തിൽ അദ്ദേഹത്തിന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഹി എഴുത്തുകാരനായി നിയമിച്ചു.
അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു നാട്ടിലെ ജിസിയ, ആ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ജിസിയയും സക്കാത്തും എല്ലാം പിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുആവിയയെ പറഞ്ഞയച്ചു. വേറൊരു സഹാബി വരുന്ന അള്ളാഹു റസൂലിലേക്ക് വന്ന് മുസ്ലിമായി. ആ നാട്ടുകാരൻ മുസ്ലിമായി 10-20 ദിവസം അവിടെ നിന്റെ സഹവാസത്തിൽ കഴിഞ്ഞുകൂടി തിരിച്ചു പോവുകയാണ്. ആകെ 20 ദിവസമൊക്കെ ഉള്ളു. ആ സഹാബിയുടെ പേര് എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. ആ സഹാബി പോകുമ്പോ ആ കൂട്ടത്തിൽ ഇമാം മുആവിയയും കൂടെ പറഞ്ഞയച്ചു. ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഈ കാര്യം പറയുന്നുണ്ട്. ഇമാം മുആവിയയുടെ കാലിൽ ധരിക്കാൻ ചെരുപ്പില്ലായിരുന്നു ആ ചൂടത്ത്. ഇമാം മുആവിയ ആ ഇസ്ലാമിലേക്ക് വന്ന് അല്പകാലം മാത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ച ശരിയായ സംസ്കരണമൊന്നും ഉണ്ടായില്ല, പൂർത്തിയായില്ല എന്നർത്ഥം. അല്പനേരം സഹവസിച്ചതേ ഉള്ളൂ. എല്ലാവിധ ഗുണങ്ങളും വന്നില്ല. ഇസ്ലാമാണ്, മുസ്ലിമാണ്, സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കൂടെയാണ് പറഞ്ഞയച്ചത്. അപ്പൊ അദ്ദേഹം നല്ല കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. കുതിരയോ ഒട്ടകമോ ഏതോ അദ്ദേഹത്തിന്റെ വാഹനം. ഇമാം മുആവിയയ്ക്ക് കാലിൽ ധരിക്കാൻ ചെരുപ്പ് പോലും ഇല്ല. അദ്ദേഹം ഈ സഹാബിയോട് പറഞ്ഞു, അല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിങ്ങളുടെ മൃഗത്തിന്റെ പുറകിൽ എന്നെയും കൂടെ കയറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ പിരിക്കാൻ പോവുകയാണല്ലോ. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ തണൽ പറ്റി വന്നാൽ മതി, കയറ്റാനൊന്നും പറ്റില്ല, തണൽ പറ്റി വന്നേക്കാം. തണലിൽ കാല് ചവിട്ടി വരികയാണ്. ഒരു സൈസ് പരിഹാസമായിരുന്നു അത്. അതായത് അത്രയും ഒരു ഉന്നതമായ സംസ്കരണത്തിലേക്ക് അദ്ദേഹം എത്തിയില്ല. കുറഞ്ഞ ദിവസമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കഴിഞ്ഞുകൂടിയുള്ളൂ. അതുകൊണ്ടാണ് ചരിത്രത്തിലുള്ളതാണ് ഈ സംഭവം. ജരീർ ബിൻ അബ്ദില്ല ആണെന്ന് എനിക്ക് തോന്നുന്നത്, റളിയല്ലാഹു അൻഹു, ആ സഹാബി. ഏതുമായിക്കോട്ടെ, അദ്ദേഹം എത്രയോ മൈലുകൾ അകലെയുള്ള ആ നാട്ടിലേക്ക് അദ്ദേഹം സ്വന്തം നഗ്നപാതനായി, കാലിൽ ചെരുപ്പില്ലാണ്ട് ആ ചൂടത്ത് കാല് പൊള്ളിച്ച് അദ്ദേഹം നടന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സ്വീകരിച്ചിട്ട് അവിടെ പോയി സക്കാത്തൊക്കെ പിരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഗവർണറായി, പിന്നീട് ഖലീഫയായി. ഖലീഫയായ അവസരത്തിൽ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആ പഴയ സഹാബി വരികയാണ്. വീടിന്റെ മുകളിൽ ഇരുന്ന് മട്ടുപ്പാവിൽ ഇരിക്കുമ്പോ ഈ വ്യക്തി വരുന്നത് ഇമാം മുആവിയ കണ്ടു. ഇമാം മുആവിയ ഓടി താഴേക്ക് വന്നു. വേലക്കാരനോട് പറഞ്ഞു, ഭൃത്യനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ മനുഷ്യനെ, ആ സഹാബിവരനെ പിടിച്ച് ഒരു ഭാഗത്ത് ആനയിച്ച് ബഹുമാനിച്ച് ഇരുത്തി 2 കാലും തന്റെ കൈ കൊണ്ട് കഴുകി കൊടുത്തു. ആതിഥ്യ മര്യാദയാണത്. അദ്ദേഹത്തിന് 3 ദിവസം നല്ല ഉഷാറായിട്ട് ഭക്ഷണം കൊടുത്ത് അവിടെ സൽക്കരിച്ചു. തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ജായിസകളും നൽകി, സമ്മാനങ്ങളും നൽകി അദ്ദേഹത്തിനെ തിരിച്ചയച്ചു. പഴയ കഥ അറിയുന്ന ഒരു വ്യക്തി അവിടെ കാവൽക്കാരനായിട്ടുണ്ടായിരുന്നു. അയാള് ആ സഹാബിയരിനോട് ചോദിച്ചു, കൈഫ വജത്ത മുആവിയത്ത, എങ്ങനെയുണ്ട് മുആവിയ, മുആവിയ താങ്കൾ എങ്ങനെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മുആവിയയെ പറ്റി എന്താണ് ഇപ്പൊ അഭിപ്രായം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഷ്ടം, അന്ന് ഞാൻ ആ ഒട്ടകത്തിന്റെ പുറകിൽ വാലിന്റെ ഭാഗത്തെങ്കിലും മുആവിയയെ കയറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്. അതാണ് ഇമാം മുആവിയ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഫാത്തിന്റെ അവസരത്തിൽ അദ്ദേഹം ചിന്തിച്ച ചിന്തകളാണ് അവിടെ പറഞ്ഞത്. ഇൻഷാ അള്ളാഹ്.